ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളെയൊക്കെ ഇതുപോലെ കുത്തി കൊണ്ടുവന്ന് കിടത്താൻ നമുക്കങ്ങനെ കൊമ്പത്തെ ശത്രുക്കളൊന്നും ഇല്ലെന്നേ. പിന്നെ ഇങ്ങനെ കിടന്നാലും സർക്കാർ ചെലവിൽ സംരക്ഷിക്കാൻ ആളുമില്ല. എന്താ പിന്നെ എഴുന്നള്ളിയത്? ചത്തോ ജീവിച്ചോന്ന് അറിയാൻ വന്നതാണോ? അവരുമായിട്ടൊന്ന് സംസാരിച്ച് കുറച്ചു നാളത്തേക്കെങ്കിലും അത് നടത്താനുള്ളൊരു സമ്മതം കിട്ടിയാൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ സമ്മതം വാങ്ങി വാ. അവര് സമ്മതിച്ച ഫണ്ട് തരുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ, അതിപ്പോ നടത്തുന്നത് ആരാ? കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ഒരു ശാരദ. വർഷങ്ങളായി ഈ ഫണ്ട് ഉപയോഗിച്ച് പലഹാര യൂണിറ്റ് നടത്തുന്ന അവരെ ചെന്ന് കണ്ട് അവരുടെ ഒരു സമ്മതപത്രവുമായി വന്ന ഫണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്തു തരാം. പക്ഷേ അവരുടെ സമ്മതം വേണം. അല്ല, അതിപ്പോ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ വഴി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ സർക്കാരിന്റെ ഫണ്ടല്ലാതെ മറ്റെന്തെങ്കിലും വഴി നോക്ക്. അല്ലെങ്കിൽ തന്നെ ഈ സർക്കാർ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നതേ തീരെ ദാരിദ്ര്യം പിടിച്ചവരാ. അവർക്ക് വേണ്ടിയാ. അവരെ കൂടി താഴെത്തട്ടിൽ നിന്നും കൈപിടിച്ചുയർത്തി മറ്റുള്ളവർക്കൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇതേപോലുള്ള ഫണ്ടും ഇതുപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും. ശാരദ അക്കാര്യത്തിൽ ഞങ്ങളുടെ ക്ലീൻ ചാർട്ടിൽ ഇടം നേടിയ സ്ത്രീയാ. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചു വന്ന സ്ത്രീയായതുകൊണ്ട് അവരിൽ നിന്ന് ഇത് വഴിമാറ്റി വിട്ടാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരും. ഇവിടെ സത്യഭാമ എന്ന നിങ്ങൾ അവരെക്കാൾ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരാളും ചോദ്യം ചെയ്യുകയില്ല. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. കാഴ്ചയില് ഈ പകിട്ടൊക്കെ ഉള്ളു സാർ. സാമ്പത്തികപരമായി വട്ടപൂജ്യത്തിൽ നിൽക്കുക സാറേ. ഇങ്ങനെ ഒരു സാധ്യത അറിഞ്ഞ് അതിൽ പ്രതീക്ഷ അർപ്പിച്ചു വന്നിരിക്കുക. നിരാശരാക്കി മടക്കി അയക്കരുത്. ഇടോ, കാഴ്ചയിലെ ഈ പകിട്ട് തന്നെയാണോ എവിടെയും പ്രശ്നം? ഇതിപ്പോ സത്യഭാമയെ പോലുള്ളവർ ഇങ്ങനെ ഒരു പ്രവൃത്തിയുമായി മുന്നിട്ടിറങ്ങുമ്പോ ആളുകൾ പറയും ഇവർക്ക് ഇത് എന്നാത്തിന്റെ കേടാണ്. നമ്മുടെ നാട്ടുകാരല്ലേ. ഇതും പറയും, ഇതിനപ്പുറവും പറയും. അതൊന്നും വേണ്ട. കാഴ്ചയിൽ അംഗവൈകല്യം ഇല്ലാത്ത ഒരാളെ ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടക്കട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ. ഇവൻ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമൂഹമാണിത്. ചിലപ്പോ ഈ ടിക്കറ്റുമായി വരുന്നവന് ഹൃദ്രോഗം മൂലം പണി ചെയ്യാൻ പറ്റാത്തവനായിരിക്കും. പക്ഷെ അതൊന്നും ജനം അറിയുന്നില്ലല്ലോ. 10 ദിവസമെങ്കിലും പട്ടിണി കിടക്കുന്നവനെ കണ്ടാലേ ഇന്നത്തെ ആളുകള് പിച്ചക്കാർക്കാണെങ്കിലും 10 പൈസ കൊടുക്കൂ. ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് ഒരു അഭിപ്രായം പറയാം. സത്യഭാമയെ പോലെ ഒരു സ്ത്രീക്ക് സർക്കാർ ഫണ്ടിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ 10ന്റെ പൈസ ഞാൻ കൊടുക്കില്ല. അത് ഈ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? നിക്കണോ അതോ പോണോ? കാര്യം നടക്കുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് പാവപ്പെട്ടവർക്കുള്ള പണമാണ്. ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടേണ്ടവരും അവര് തന്നെയാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ശാരദയുടെ സമ്മതം വാങ്ങി വരൂ. ഞാൻ ഫണ്ട് ശരിയാക്കി തരാം. അല്ലാതെ വളഞ്ഞ മാർഗത്തിലൊന്നും ഞാൻ നടത്തിക്കുകയില്ല, കൂട്ടു നിൽക്കുകയില്ല. എന്നാ പിള്ളേ, നമുക്ക് പോകാം. ശരി. ഒന്ന് നിന്നേ. വകുപ്പുണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഫണ്ടും നിങ്ങൾക്ക് കിട്ടും. ശാരദ പോലും അറിയാതെ ഇത് നിങ്ങളുടെ പേരിലേക്ക് ആജീവനാന്തം നടത്താനുള്ള നടത്തിപ്പവകാശം കിട്ടുകയും ചെയ്യും. പക്ഷേ ഞാൻ ചെയ്യില്ല. 1 രൂപ പോലും ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരികയില്ല. ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ ഗതികേടില്ലേ, ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാനും. പണ്ട് ജോലിയില്ലായിരുന്ന സമയത്ത് എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ വെറും ഒരു 5000 രൂപ ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അറിയോ? നിങ്ങളുടെ ഓർമ്മയിൽ അത് കാണില്ലായിരിക്കും. പക്ഷേ എന്റെ ഓർമ്മയിൽ മങ്ങാതെ മായാതെ അത് ഇപ്പോഴും കിടപ്പുണ്ട്. അന്ന് വെറും 5000 രൂപയ്ക്ക് ഈട് വെക്കണമെന്നും പ്രമാണം കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് അന്ന് എന്നെ നിങ്ങൾ നിങ്ങളുടെ വീടിന് മുന്നിൽ പിടിച്ചു നിർത്തി. ഒടുവിൽ പണം ഇല്ലെന്നും പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഈ പേരുമുഖവും ഞാൻ എന്റെ മെമ്മറി പേജിൽ കുറിച്ചിട്ടു. ഒരവസരം വരുമ്പോൾ ഉപയോഗിക്കാൻ. ഇതിപ്പോ ആ അവസരമാണ്. ഞാനത് ഭംഗിയായി ഉപയോഗിക്കും. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലം വരെ ഇവിടുന്ന് 10ന്റെ പൈസ നിങ്ങൾക്ക് കിട്ടില്ല. ഒരു മനുഷ്യന്റെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഈശ്വരൻ നൽകുന്ന തിരിച്ചടിയാണ്. ഇതെല്ലാം ഇവിടെ നടന്ന് മേടിച്ചു കൂട്ടാതെ
നിങ്ങൾക്ക് ഈ ഭൂമി വിട്ടു പോകാനും പറ്റില്ല. ഇതൊരു തുടക്കം മാത്രമാണ്, സാമ്പിൾ. ഇനി വരാനിരിക്കുന്നതെല്ലാം കൂടിയ ഇനങ്ങളാ. എല്ലാം നേരിടാനുള്ള കരുത്ത് വാങ്ങിച്ചോ, അതേ ഇനി വഴിയുള്ളൂ. സഹായം ചോദിച്ചു വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? ഇറങ്ങിപ്പോടുന്നു. ഒരു സത്യഭാമ. ബെറ്റർ ആയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാം. ദാ, ഈ മെഡിസിൻ കൂടി വാങ്ങിക്കണം. ഓക്കെ. മോളെ, ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. ലക്ഷണമൊത്ത കൊമ്പൻ നിന്നാലും കാശ ചെരിഞ്ഞാലും കാശാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. അതായത് കളക്ടർ സ്ഥാനത്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന അതൊന്നും വേറെ തന്നെയാ ശാലിനി. റിസപ്ഷനിൽ വന്ന് കളക്ടർ എന്ന് പറഞ്ഞില്ല, ഒരു നേഴ്സ് ഇറങ്ങി വന്നതാ വാതിലിനടുത്ത് വരെ എന്നെ കൊണ്ടാക്കി. കുത്തുകൊണ്ടാലെന്താ, രാജകീയ പരിചരണമല്ലേ കളക്ടർക്ക് കൊടുക്കുന്നത്. ആ എല്ലാം സാധാരണക്കാരൻ കരം കൊടുക്കുന്ന കാശ. അനുഭവയോഗം തന്നെ. നിനക്കൊരു കൈ നോക്കായിരുന്നില്ലേ? ഇങ്ങനെ വന്ന് കിടക്കായിരുന്നല്ലോ. ഓ, നമ്മളെയൊക്കെ ഇതുപോലെ കുത്തിക്കൊണ്ടൊന്ന് കിടത്താൻ നമുക്കങ്ങനെ കൊമ്പത്തെ ശത്രുക്കളൊന്നും ഇല്ലെന്നേ. പിന്നെ ഇങ്ങനെ കിടന്നാലും സർക്കാർ ചെലവിൽ സംരക്ഷിക്കാൻ ആളുമില്ല. എന്താ പിന്നെ എഴുന്നള്ളിയത്? ചത്തോ ജീവിച്ചോന്ന് അറിയാമെന്നതാണോ?